ഗൗരി ഓഫീസിലേക്ക് വരുന്നത് കണ്ട് അപർണ ചോദിച്ചു. എത്ര ദിവസമായി ഗൗരി വന്നിട്ട്? കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടുന്ന് പോയതാ. കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനെ കൂട്ടി നാട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണോ ഇത്ര ദിവസം ലീവ് എടുത്തത്? അതിന് മറുപടിയായി ഗൗരി ഒന്ന് ചിരിച്ച് മുന്നോട്ട് നടന്നു. എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് തന്നെ വന്ന്, ഞാൻ ഭർത്താവിനെ കൂട്ടി നാട്ടിൽ പോയിരിക്കുന്നതെന്ന് ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ. അപർണ എങ്ങനെ അറിഞ്ഞു? അവളൊന്ന് പതറി. വിളറിയ മുഖത്തോടെ ചിരിച്ച്, അത് അത് ഞാൻ ഒരു പ്രാവശ്യം രവിയേട്ടനെ വിളിച്ചിരുന്നു, നിന്നെ വിളിച്ച് കിട്ടാതെ. നീ വരാത്തതുകൊണ്ട് നിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞതാ. ഗൗരി വീണ്ടും ഒരു ചിരി കൊടുത്ത് മുന്നോട്ട് നടന്നു. സീറ്റിൽ ചെന്നിരിക്കുമ്പോൾ ദീപയും അഞ്ജലിയും നാൻസിയും എത്തിയിരുന്നില്ല. രാജീവ് ക്യാബിനിലുണ്ടെന്ന് കണ്ട് ഗൗരി വർക്കിനെക്കുറിച്ചറിയാൻ അവിടേക്ക് ചെന്നു. എന്താ ഗൗരി ഇത്? ജോലിക്ക് കയറുമ്പോൾ അധികം ലീവ് എടുക്കരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഏറ്റവും കൂടുതൽ ലീവ് എടുക്കുന്നത് ഇപ്പം നീയാ. 3 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. സോറി രാജീവേട്ടാ, അത്യാവശ്യമായതുകൊണ്ടാ. ഇനി ഇങ്ങനെ ലീവ് എടുക്കില്ല. ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ടോ? നീ ഇല്ലെന്ന് കരുതി വർക്കിൽ പെൻഡിങ് വരുത്താൻ കഴിയില്ലല്ലോ. അത് കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കണ്ടേ? സാറ് സ്ഥലത്തില്ലായിരുന്നെങ്കിലും റിപ്പോർട്ട് ചോദിച്ച് ഡെയിലി മെയിലിടുമായിരുന്നു. ആഹാ, സാറും സ്ഥലത്തുണ്ടായിരുന്നില്ലേ? സാർ എത്ര ദിവസമായിരുന്നു ലീവ്? നീ ലീവായ അന്ന് മുതൽ സാറും ലീവായിരുന്നു. ഇന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഓഫീസിലെത്തി ഉടനെ വിളിക്കേണ്ടതാ. ഇന്ന് വിളിച്ചിട്ടില്ല. ആ, അപ്പം ഇന്ന് വരുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ. ഇത്ര ദിവസം ലീവായതുകൊണ്ട് എവിടുന്ന് തുടങ്ങണമെന്നൊരു പിടിയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഗൗരി രാജീവിൻ്റെ ക്യാബിനിൽ നിന്ന് പോന്ന് ദീപയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി എന്ന് വിളിച്ച് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. കുറേ ദിവസമായില്ലേ പോയിട്ട്? പോകാൻ പേടിയായിരുന്നല്ലോ. അവിടെ എത്തിയപ്പോൾ തിരികെ പോരാൻ മടിയായോ? മടിയൊന്നുമല്ല, അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിയാൻ കുറച്ച് സമയമെടുത്തു. ഞാൻ ചെല്ലട്ടെ ചേച്ചി. ടച്ച് വിട്ടതുകൊണ്ട് ആദ്യം മുതലൊന്ന് നോക്കിയിട്ട് വേണം തുടങ്ങാൻ. ദേവൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഗൗരിയുടെ മുഖത്ത് നോക്കിയില്ലെന്ന് മാത്രമല്ല, വലിയൊരു ഗൗരവവും ഉണ്ടായിരുന്നു. അപ്പം രാവിലെ ദേഷ്യപ്പെട്ടത് വെള്ളം റൂമിൽ വയ്ക്കാത്തതിനല്ല, ഗൗരി ചിന്തിച്ചു. അവൾക്ക് ചിരിയാണ് വന്നത്. ഗൗരിയും ദേവനും ഒരേ ദിവസം തന്നെ ഓഫീസിൽ വന്നു തുടങ്ങിയത് അഞ്ജലിയിൽ അസ്വസ്ഥതയുണ്ടാക്കി. ദേവൻ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജലി ദേവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ദേവ, കുറേ ആയല്ലോ കണ്ടിട്ട്. എവിടെയെങ്കിലും യാത്ര പോയിരിക്കുകയായിരുന്നോ? മനസ്സൊന്ന് ശാന്താകാൻ ഒരു തീർത്ഥയാത്ര പോയി. കാശി, രാമേശ്വരം എന്നീ പുണ്യസ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചു. ഹിമാലയ സാനുക്കളിൽ നിന്ന് തീർത്ഥം കൊണ്ടുവന്നിരുന്നു. മഹേന്ദ്രത്തിൽ വെച്ചിരിക്കുക. അഞ്ജലിക്ക് വേണമെങ്കിൽ നാളെ കൊണ്ടുവന്ന് തരാം. എനിക്കൊന്നും വേണ്ട. എനിക്കിത്തരം ഭ്രാന്തൊന്നുമില്ല. ദേവനെ കുറിച്ചായി ദൈവവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എന്തു പറ്റി തീർത്ഥയാത്രയൊക്കെ പോകാൻ? തനിച്ചായിരുന്നോ? രവിയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വലിയ ഈശ്വരവിശ്വാസിയാ. ആ സമയത്ത് തീരുമാനിച്ചതാ ഒരു തീർത്ഥയാത്ര പോകണമെന്ന്. അവനൊന്ന് നടക്കാറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതല്ലേ നല്ലത്. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അവന് നടക്കാറായെങ്കിൽ എന്തുകൊണ്ടാണ് ഓഫീസിലേക്ക് വരാത്തത്? ശരിക്കും ആയിട്ടില്ല, സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നത്. ദേവൻ പെട്ടെന്ന് ഒരു വാക്കുപോലും പറയാതെ പോയപ്പോൾ വലിയ വിഷമായി. കുറേ ദിവസം കാണാതിരുന്നപ്പോൾ എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അതിൻ്റെ ആവശ്യം എന്താ അഞ്ജലി? ഞാൻ നിൻ്റെ വെറും ഫ്രണ്ടാ. അതിനപ്പുറം നമ്മളൊന്നുമില്ലല്ലോ. പിന്നെ വീർപ്പുമുട്ടലിൻ്റെ ആവശ്യം എന്താ? അല്ല ദേവൻ, നീ എവിടേക്കാണ് പോയതെന്നറിയാതെ. ഞാൻ എവിടെ പോയതാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി ചെല്ല്. ഒരാഴ്ച ഓഫീസിലില്ലാതിരുന്നതല്ലേ. എനിക്ക് ഒരുപാട് വർക്കുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി ഗൗരിയോട് ചോദിച്ചു. ഒരാഴ്ചയ്ക്ക് ലീവ് എടുത്ത് നീ എവിടെ പോയതായിരുന്നു? തീർത്ഥയാത്ര പോയി. കാശി, രാമേശ്വരം എന്നീ പുണ്യസ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചു. ഹിമാലയ സാനുക്കളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം മഹേന്ദ്രത്തിൽ ഇരിക്കുന്നുണ്ട്. മാഡത്തിന് വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാം. ദീപ ചിരി അടക്കി പിടിച്ചിരുന്നു. ദേവനും ഗൗരിയും ഒരേപോലെ പറഞ്ഞതിൽ അഞ്ജലിക്ക് അത്ഭുതവും ദേഷ്യവും തോന്നി. നീ എന്നെ കളിയാക്കുകയാണോടി? കളിയാക്കേ? എന്തിന്? തീർത്ഥയാത്ര പോയി എന്ന് പറഞ്ഞാൽ കളിയാക്കലാണോ? നീ തനിച്ചാണോ പോയത്? നാൻസി ചോദിച്ചു. തനിച്ചോ? ഇത്രയും സ്ഥലമൊക്കെ തനിച്ച് ഞാൻ എങ്ങനെ പോവുക മാഡം? ഞാനൊരു പെണ്ണല്ലേ. എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അഞ്ജലിയും നാൻസിയും അസ്വസ്ഥതയോടെ ഇരിക്കുന്നതിൻ്റെ കാരണമറിയാതെ ഗൗരി ദീപയെ നോക്കി ഒന്ന് ചിരിച്ചു. മഹേന്ദ്രത്തിൽ ദേവൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭാനു വിളമ്പിക്കൊടുക്കാനെത്തി.
അവരുടെ മുഖത്തേക്ക് കൂർപ്പിച്ചൊന്ന് നോക്കിയ ശേഷം മുഖം വെട്ടിച്ച് പ്ലേറ്റിലേക്ക് നോക്കിയിരുന്നു. അളവിൽ കൂടുതൽ വിളമ്പുന്നത് കണ്ട് ദേഷ്യത്തോടെ മതി. കറിയും ജഗ്ഗിൽ നിന്ന് വെള്ളവുമെല്ലാം അവൻ സ്വയം എടുത്തു. ഭാനു അവിടെ നിൽക്കുന്നതിൽ ഒന്നും പറയുന്നില്ലെങ്കിലും ഭാനുവിനോട് ദേഷ്യമുണ്ടെന്ന് രാമേട്ടനും രവിക്കും മനസ്സിലായി. ദേവൻ കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാതെ വേഗം പോയി. ലഞ്ച് ടൈം കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് ദേവൻ ഓഫീസിലെത്തിയത്. അപ്പോഴും ഗൗരിയുടെ മുഖത്ത് നോക്കുകയുണ്ടായില്ല. ഇനിയും പിണക്കം മാറിയില്ലേ? അപ്പോൾ ചെറിയ പിണക്കൊന്നുമല്ല, ഗൗരി ചിന്തിച്ചു. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങി ദേവൻ ദീപയുടെ വീട്ടിലേക്ക് ചെന്നു. ദേവനെ കണ്ടതും കുട്ടികൾ ചെറിയച്ച എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. കയ്യിലുണ്ടായിരുന്ന കിറ്റ് ദീപയെ ഏൽപ്പിച്ച് ദേവൻ 2 പേരെയും 2 കൈകളിലെടുത്ത് അകത്തേക്ക് ചെന്നു. ചിന്നുമോള് കഴുത്തിൽ ചുറ്റിപ്പിടിച്ചെങ്കിൽ മണിക്കുട്ടൻ ദേവൻ്റെ മീശയിലും താടിയിലും പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. തല വെട്ടിച്ചു മാറ്റി, എടാ പോക്കിരി, എൻ്റെ മീശ പിടിച്ചു വലിക്കാതെടാ എന്ന് പറഞ്ഞ് സെറ്റിയിലിരുന്ന് 2 പേരെയും അപ്പുറം ഇപ്പുറം ഇരുത്തി. ദീപ ദേവൻ കൊടുത്ത കിറ്റുകൾ കൊണ്ടുപോയി വെച്ച് അവനുള്ള ചായയുമായി വന്നു. ചായ കുടിച്ച് കുട്ടികളുമായി കുറച്ചുനേരം വികൃതി അടിച്ചിരുന്നതിന് ശേഷം ദേവൻ പെട്ടെന്ന് ഗൗരവത്തിലായി ദീപയോട് പറഞ്ഞു, അവർ മഹേന്ദ്രത്തിലുണ്ട്. ദീപ ആരെന്ന സംശയത്തിൽ നോക്കി. അമ്മ. ദീപ ഞെട്ടലോടെയും പേടിയോടെയും ദേവനെ തന്നെ നോക്കിയിരുന്നു. കുറച്ചായി, ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് അറിയുന്നത്. ഏട്ടത്തി പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരെ അവിടുന്ന് പറഞ്ഞു വിടണോ? ദീപയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വന്നത് തുടച്ച് അവൾ വേണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടി. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിവർത്തിയില്ലാതെ സമ്മതിച്ചതാണെന്നും പറയുന്നു. സത്യമെന്തെന്നറിയില്ല. സത്യം എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഒന്നും പഴയതുപോലെ ആകില്ലല്ലോ. മഹേട്ടൻ തിരികെ വരില്ലല്ലോ. ദേവൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ദീപ കരയുന്നത് കണ്ട് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ കണ്ണുനീർ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. എന്തിനാ അമ്മേ കരയുന്നത്? ചിന്നുമോൾ ദീപയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. കരഞ്ഞില്ലല്ലോ, കണ്ണിൽ പൊടി പോയതാ. കുറച്ചു നേരം കൂടി അവൻ അവിടെ ഇരുന്ന് സംസാരിച്ചു. സാധാരണ ദേവൻ ഓഫീസിൽ നിന്ന് എത്താറുള്ള സമയം കഴിഞ്ഞിട്ടും എത്താത്തതുകൊണ്ട് ഗൗരി വല്ലാതെ വിഷമിച്ചു. കിച്ചണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഹാളിൽ വന്ന് നോക്കിക്കൊണ്ടിരുന്നു. കാറിൻ്റെ വെളിച്ചം ജനൽ ചില്ലിലൂടെ അകത്തേക്ക് പതിച്ചതും ഗൗരി സന്തോഷത്തോടെ വേഗം ചെന്ന് ഡോർ തുറന്നു. നിറഞ്ഞൊരു ചിരിയോടെ ഗൗരി ദേവനെ നോക്കി നിന്നു. അവൻ അവളുടെ മുഖത്തുപോലും നോക്കാതെ ഗൗരവത്തിൽ അകത്തേക്ക് കയറിപ്പോയി. സങ്കടത്തോടെ അവൾ പുറകെ ചെന്ന് സ്റ്റേയേഴ്സ് കയറുന്ന ദേവനെ നോക്കി. അവൻ സ്റ്റേയേഴ്സ് കയറിപ്പോയതും അവൾ സങ്കടത്തോടെ മുഖം തിരിച്ച് വിരലുകൾ കൂട്ടിത്തിരുമ്മി അവിടെ തന്നെ നിന്നു. ദേവൻ പതിയെ താഴേക്ക് എത്തി നോക്കി. അവൾ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു ചിരി വിരിഞ്ഞു. ഗൗരി വേഗം കിച്ചണിലേക്ക് ചെന്ന് ചായ ഉണ്ടാക്കി അതുമായി ദേവൻ്റെ റൂമിലേക്ക് പോയി. അവൻ വാഷ്റൂമിലായിരുന്നു. ചായയുമായി കുറച്ചുനേരം അവൾ അവിടെ നിന്നു. പിന്നീട് അത് ടേബിളിൽ വെച്ച് അക്ഷമയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചായ ഇപ്പം തണുക്കും. എത്ര നേരമായി കുളിക്കാൻ തുടങ്ങിയിട്ട്? അവൾ ചിന്തിച്ചു. അല്പസമയത്തിന് ശേഷം വാഷ്റൂമിൻ്റെ ഡോർ തുറന്നു. ബാത്ത് ടവൽ മാത്രം ചുറ്റി അവൻ പുറത്തിറങ്ങി. അവൾ ചെറിയൊരു അസ്വസ്ഥതയോടെ മുഖം തിരിഞ്ഞു നിന്നു. അവന് ചിരി വന്നെങ്കിലും ഗൗരവം വിടാതെ ചോദിച്ചു, എന്താ? ചായ. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ വെച്ചിട്ട് പോകായിരുന്നില്ലേ? എന്തിനാ എന്നോട് പിണങ്ങിയിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഞാൻ എഴുന്നേൽക്കുക? അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് ഇടത് കൈ അവളുടെ തലയിലും വലതു കൈ അവളുടെ അരയിലൂടെയും ചേർത്ത് പിടിച്ച് ചുണ്ടിൽ ആഴത്തിൽ ചുംബിച്ചു. ഒരു നിമിഷം പകച്ചവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കൈകൾ കൊണ്ട് അവൻ്റെ പുറകിൽ തല്ലിയും നെഞ്ചിൽ പിടിച്ച് തള്ളാൻ ശ്രമിച്ചും അവൻ്റെ പിടിയിൽ നിന്ന് മാറാനായി ശ്രമിച്ചു. ചുംബനത്തിൻ്റെ ആഴം കൂടി വന്നപ്പോൾ അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നി. കണ്ണുകൾ തുറച്ചു വന്നു. അവളുടെ കിതപ്പും അസ്വസ്ഥതയും തിരിച്ചറിഞ്ഞ് ഉടൻ അവൻ ചുംബനത്തിൻ്റെ ആഴം കുറച്ച് ആ ചുണ്ടുകൾ പതിയെ നുണഞ്ഞു. അവൻ്റെ പിടിയൊന്ന് അയഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി കിതച്ചുകൊണ്ട് അവനെ തുറച്ചു നോക്കി. ആ കിതപ്പിനിടയിലും ഒരു കള്ളച്ചിരിയോടെ പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഇന്നലെ എന്തിനാ അമ്മയുടെ റൂമിൽ കിടന്നത്? ഞാൻ വരുമെന്ന് നിനക്കറിയില്ലേ?